Hey guys, welcome back to our channel. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്താ മച്ചാ ഇങ്ങനെ ചിന്താവിഷ്ടനായ രാമനെ പോലെ ഇരിക്കുന്നേ? ഹേയ് ഒന്നുമില്ലടാ. ഹേ അത് ചുമ്മാ കാര്യമായിട്ട് എന്തോ ആലോചിക്കുന്നുണ്ട്. അതല്ലേ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നേ? എന്തുവാ? ഓ കാന്താരിനെ ആലോചിക്കായിരിക്കും അല്ലേ? പിന്നെ ആരാലോചിക്കാനാ? എന്നാലും അവൾ എന്തുകൊണ്ടാ പിണങ്ങിയെന്ന് ഒരു പിടുത്തം ഇല്ലല്ലോടാ. ഇവൾ ഇതിനു മുന്നേ ഇങ്ങനൊന്നും പെരുമാറിയിട്ടില്ലെന്നേ. അവൾ എത്ര ദേഷ്യം പിടിച്ചാലും എനിക്കത് വിഷയമില്ല. പക്ഷേ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോ എന്തോ പോലെ. ഓ എന്റെ മച്ചു, ലബിൽ ഇതൊക്കെ സ്വാഭാവികല്ലേ? ഇണങ്ങണതും പിണങ്ങണതൊക്കെ അതിന്റെ രസമല്ലയോ? അപ്പൊ പിന്നെ അതങ്ങ് എൻജോയ് ചെയ്യുന്നേ, അല്ലാതെ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? എടാ അതൊക്കെ നീ പറഞ്ഞ പോലെ രസം തന്നെ. എന്നിരുന്നാലും ഇതെനിക്ക് അങ്ങനെ തോന്നുന്നില്ലെന്നേ. കാരണം കാന്താരിനെ കണ്ടോടത്തോളം ഇന്നാ വരെ അവൾ എന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല. ഇതെനിക്കെന്തോ കുറച്ച് പുതുമ തോന്നുന്നേ. എന്തോ കാര്യമായിട്ട് പറ്റിയ പോലെ. അതെന്താന്നാ എനിക്ക് മനസ്സിലാവാത്തെ. പക്ഷെ ഇതിന്റെ പിന്നില് തക്കതായ എന്തോ കാര്യമുണ്ട്. അതുകൊണ്ട് മാത്രം അവൾ എന്നോട് അങ്ങനെ നിക്കുന്നേ. ഓ എന്റെ മച്ചു, മച്ചതെന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നേ? അങ്ങനൊന്നും ഉണ്ടാകത്തില്ലെന്നേ. അല്ലേലും ഈ ഗേൾസിന് ഇതൊക്കെ ഒരു രസല്ലേ? അതായത് നമ്മളിട്ട് വട്ടം തിരിപ്പിക്കാന്നുള്ളത് അവര് എൻജോയ് ചെയ്യുന്നൊരു കാര്യാന്നേ. അതുകൊണ്ടായിരിക്കും, അല്ലാതെ വേറൊന്നും കാണത്തില്ല. വെറുതെ ആലോചിച്ച് തല പുണ്ണാക്കല്ലേ. ഇല്ലടാ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. സംതിങ് റോങ്. ഇതിന്റെ പിന്നില് എന്തോ ഒരു കാര്യമുണ്ട്. അതെന്താന്നെങ്കിലും അറിഞ്ഞാ കൊള്ളായിരുന്നു. ഞാനേ അന്വേഷിച്ചോടത്തോളം എനിക്കൊന്നും പിടി കിട്ടുന്നില്ല. ഇനിയിപ്പോ പൈങ്കിളിനോട് എന്തെങ്കിലും ചോദിച്ചറിയേണ്ടി വരും. അവളല്ലേ തമ്പുരിനെ പറ്റി ഏറ്റവും സെറ്റ് കാര്യം അറിയുന്നേ. അപ്പൊ എന്തായാലും തമ്പുരു അവളോട് പറയാണ്ടിരിക്കത്തില്ലല്ലോ. എന്തായാലും പൈങ്കിളിനെ ഒന്ന് കണ്ടു നോക്കണം. ആഹാ 100 വയസ്സ് ദേ പച്ചക്കിളി തന്നെ വരുന്നുണ്ടല്ലോ. പൈങ്കിളി, ഗൗതം ബ്രോ. ഹാ ഞങ്ങളിപ്പോ മനസ്സ് കണ്ടതേ ഉള്ളൂ. അപ്പത്തേക്കും നീ മാനത്ത് കണ്ടോടേ. എന്താടാ പറയുന്നേ? എന്ത് പറയാൻ, ഗൗതം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ നിന്നെ കാണണമെന്ന്. അപ്പത്തേക്കും വന്നല്ലോ. അല്ല നീ മാത്രമേ ഉള്ളോ? എവിടെ നിന്റെ ചങ്കത്തികള്? അത് തമ്പുരു പെട്ടിയൊക്കെ പാക്ക് ചെയ്യുവാ. പിന്നെ ഉണ്ണിമോളാണെങ്കിൽ അവിടെ ഒരുങ്ങായിരുന്നു. അതാ ഞാനിങ്ങ് പോന്നേ. ഗൗതം ബ്രോ, ബ്രോ തിരക്കിലാണോ? ഹേയ് എനിക്ക് എന്ത് തിരക്ക് പൈങ്കിളി? അതൊന്നുമില്ല. എന്തേ? അല്ല എനിക്ക് ബ്രോനോട് ഒരു കാര്യം ചോദിക്കാനായിരുന്നു. എന്താ പൈങ്കിളി? അത് പിന്നെ ബ്രോ ഞാനെങ്ങനെ ചോദിക്കുന്നു വിചാരിച്ചിട്ടാ. അല്ല ഞാനിങ്ങനെ ചോദിക്കുന്നോണ്ട് ബ്രോ ഒന്നും വിചാരിക്കല്ലേ. എന്തോന്ന് പൈങ്കിളി എങ്ങനെയൊക്കെ പറയുന്നേ? നീ എന്റെ പെങ്ങളോട്ടിയല്ലേ? എന്താണെങ്കിലും ചോദിക്കുന്നേ. ഞാൻ എന്ത് വിചാരിക്കുന്നൊക്കെ? ഛേ ഞാൻ അങ്ങനെയാണോ? നീ എന്നെ അങ്ങനെയാണോ കണ്ടേക്കുന്നേ? അല്ല ബ്രോ, അത് പിന്നെ എന്തോന്ന് പച്ചക്കിളി, നിനക്ക് എന്ത് വേണമെങ്കിലും ഈ ഗോതമ്പ് ബ്രോനോട് ചോദിക്കാന്നേ. അല്ല ഞാൻ നിന്നെ അങ്ങനെയാണോ കണ്ടേക്കുന്നേ? അല്ലെങ്കിൽ നിനക്ക് ഞാൻ ഒരു അന്യനാണോ? അതുകൊണ്ടാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? ഗോതമ്പ് ബ്രോയും എന്റെ സ്വന്തം ചേട്ടൻ തന്നെയാ. ആ പിന്നെന്താ, മടിക്കാണ്ട് പറ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ത്രില്ലടിപ്പിക്കാണ്ട് കാര്യം പറയണേ പെണ്ണേ. അത് പിന്നെ ഗോതമ്പ് ബ്രോ സാറയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തായിരുന്നോ? ആഹാ ഈ റൂട്ടപ്പം മുതലാ? എടാ പോടാ അവിടുന്ന്, ഞാൻ പോലും അറിയാത്ത കാര്യാ. ബ്രോ അപ്പോ അല്ല പെങ്കിളെ ഇതാരാ പറഞ്ഞേ? അല്ല അപ്പോ ബ്രോ സാറയ്ക്ക് ചെയിന് ഗിഫ്റ്റ് കൊടുത്തില്ലേ? സാറയ്ക്ക് ഞാൻ ചെയിന് ഗിഫ്റ്റ് കൊടുത്തിക്കേ? എപ്പോ? ആര് പറഞ്ഞതാ? അല്ല തമ്പുരു പറഞ്ഞേ സാറയ്ക്ക് ബ്രോ ഗിഫ്റ്റ്, അതായത് ചെയിന് ഗിഫ്റ്റ് കൊടുത്തെന്ന്. ആ ഫോട്ടോ സാറിന്റെ കയ്യിലുണ്ടെന്ന്. അത് തമ്പുരിന് കാണിച്ചു കൊടുത്തെന്നാ തോന്നുന്നേ. അതുകൊണ്ടാ തമ്പുരു ഇപ്പോ. ഓഹോ ഇതായിരുന്നല്ലേ അവള് പ്ലാന്. സ്റ്റാർട്ടിങ്ങില് എനിക്ക് പന്തികേട് തോന്നിയതാ. ഇതിനുള്ള പുറപ്പാടായിരുന്നല്ലേ അത്? പൈങ്കിളി നീ പറഞ്ഞത്? അതെ ബ്രോ, തമ്പുരാ കുറച്ച് മുന്നേ കാര്യം പറഞ്ഞത്. അത് കേട്ടിട്ട് എനിക്കൊട്ടും വിശ്വാസമായിട്ടില്ല. കാരണം ഞങ്ങൾ ഗോതമ്പ് ബ്രോ ഇങ്ങനെ ചെയ്യത്തില്ലെന്ന് ഞങ്ങൾക്ക് എന്തായാലും ഉറപ്പാ. അതാ ബ്രോനോട് തന്നെ ഒന്ന് കാര്യം പറയാൻ വിചാരിച്ച്. അല്ലെങ്കിലും ഞാന് ബോട്ടിങ്ങിന് പോയപ്പോഴാ ശ്രദ്ധിച്ചതാ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ലല്ലോ. അതാ എന്തെങ്കിലും ഒരു പ്രശ്നം കാണല്ലോ എന്ന് വിചാരിച്ചിട്ട് തമ്പുരിനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാ അവൾ ഈ കാര്യം പറഞ്ഞേ. ഞാന് സാറയ്ക്ക് ചെയിന് ഗിഫ്റ്റ് ചെയ്തെന്ന് സാറ തമ്പുരിനോട് പറഞ്ഞല്ലേ? അതെ ബ്രോ, പക്ഷേ സാറ പറഞ്ഞിട്ടില്ല. സാറ അതായത് എൽസനോട്, അതായത് സാറിന്റെ എൽസന്റെ സ്വഭാവം അറിയാലോ. തമ്പുരിനെ ദേഷ്യം പിടിപ്പിക്കാന്നുള്ളതാ അവളുടെ ഏക ലക്ഷ്യം. അവളെ മാത്രല്ല ഞങ്ങൾ ആരും അവർക്ക് കണ്ണെടുത്ത് കണ്ടൂടാ. അപ്പോ തമ്പുര് പാസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ തമ്പുര് വരുന്നത് അറിഞ്ഞോണ്ടിട്ടാണ് ഈ ഫോണില് ഗൗതമ ബ്രോ ചെയിന് പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ
ചെയിന് നിലത്ത് വീണപ്പോളേ ഗൗതമനോട് എടുത്തു തരുമെന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ നെൽത്തിന് അവൻ എടുത്ത് അവള് കയ്യിലോട്ട് കൊടുക്കായിരുന്നു. അപ്പൊ അവള് പറഞ്ഞ് കഴുത്തിന് വെക്ക്, ഒരു ഫോട്ടോ എടുത്തിട്ട് ഫ്രണ്ടിന് അയക്കാനാന്ന്. അതുകൊണ്ട് അവൻ കയ്യിൽ വെച്ച് നിന്നതാ. അപ്പൊ ഞാനുണ്ടായിരുന്നു കൂടുന്നേ. ഋഷി, ഞാൻ ഇപ്പൊ വരാട്ടോ. മച്ചു, എങ്ങോട്ട് പോണേ? നിക്ക്, ഞാനും വരാന്നേ. ഹേയ് വേണ്ട, ഇത് ഞാൻ ഒറ്റക്ക് പോയാലേ ശരിയാവത്തുള്ളൂ. നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കേ, ഞാൻ ഇപ്പൊ വരാം. അളിയൻ പുറപ്പെട്ടു മോളെ. ഇനി അവരെ കഥ കെട്ട പോക. അതൊക്കെ അവൻ കൈകാര്യം ചെയ്തോളും. അവനെ കണ്ടോടത്തോളം എനിക്ക് മനസ്സിലായതേ. ക്ഷമിച്ച ഭൂമിയോട് ക്ഷമിക്കും. ദേഷ്യം വന്ന പിന്നെ പിടിച്ചാ കിട്ടത്തില്ല. ഇനി എന്ത് നടക്കാൻ പോണോ എന്തോ. പിന്നല്ല, അത് അത്രേ ഉള്ളൂ. അല്ലടി പെണ്ണേ, നിനക്കെന്ത് പറ്റി? എന്താ എന്നെ കുന്തം മണിയെ പോലെ നോക്കി നിൽക്കുന്നേ? അല്ല, എന്നാലും ഈ പൈങ്കിളി ഇതെവിടെ പോയതാ? ഉണ്ണിമോളെ, തമ്പുരു, ഓ എന്റെ പൊന്നെ, ഇന്നെങ്കിലും ഒന്ന് ചിരിച്ചു കണ്ടല്ലോ. ഇനിയെന്നും അങ്ങനെ തന്നെ കാണത്തുള്ളൂ. അല്ലടി പെണ്ണെ, നിനക്ക് ശരിക്കും എന്താ പറ്റിയതായിരുന്നു? ശരിക്കും തലവേദന തന്നെയായിരുന്നു അതോ മറ്റെന്തെങ്കിലും? ഹേയ്, അതൊന്നും ഒരു കുഴപ്പമില്ലടി. അത് ഒരു തലവേദനയായിരുന്നു. ഇനി എനിക്ക് അതൊരു തലവേദനയല്ല. അതൊക്കെ ഞാൻ വിട്ടുന്നേ. അല്ലേലും നമ്മളെ തള്ളി പറയാൻ 100 പേര് കാണും. ചേർത്ത് പിടിക്കാൻ ഒരാളാണെങ്കിലും ആ ഒറ്റ ഒരാള് മതിയെന്നേ. അല്ലടി പെണ്ണെ, നിനക്കെന്താ പറ്റിയേ? ആര് തള്ളി പറഞ്ഞെന്നേ? ഹേയ്, ആരും തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല. ഞാനൊരു മോട്ടിവേഷണൽ സ്പീച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാ, വേറൊന്നല്ല. എന്തോ നീ ഹാപ്പി ആയിട്ട് കണ്ടല്ലോ, അതന്നെ ധാരാളം. നിന്നെ ഇങ്ങനെ കാണാനാ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഇനി എന്നും എന്നെ ഇങ്ങനെ തന്നെ കാണത്തുള്ളൂ. അല്ലേലും ഈ ലൈഫ് എന്ന് പറയണതേ നമ്മളെ വേണ്ടാത്തവർക്ക് വേണ്ടി നമ്മള് അവരെ ആലോചിച്ച് നമ്മളെ ഹാപ്പിനെസ് കളഞ്ഞിരിക്കണതല്ല. മറിച്ച് നമ്മളെ ആർക്കാണോ ആവശ്യം, നമ്മള് സന്തോഷിച്ച ആരാണോ കൂടെ സന്തോഷിക്കുക, അവർക്ക് വേണ്ടി ഹാപ്പി ആയിട്ട് ഇരിക്കണതാ. വീണ്ടും എന്താണ് പെണ്ണേ? ഹേയ്, ഒന്നല്ലടി, ചുമ്മാ മോട്ടിവേഷണൽ സ്പീച്ച്. മോട്ടിവേഷണൽ കൂടുന്നോന്നൊരു സംശയം. ഞാൻ വിളിച്ചതേ ഈ പൈങ്കിളി പോയിട്ട് കുറെ നേരായി. അവൾ അഡ്രസ് തന്നെ ഇല്ലെന്നേ. ഞാന് കുറെ നോക്കി, അവൾ എവിടെയും കാണില്ല. നീയും കൂടെ ഒന്ന് പോയി നോക്കുവാ. ഞാനെന്നാലേ ആ പാർക്കിങ്ങിന്റെ അവിടെ ഉണ്ടോന്നൊന്ന് പോയി നോക്കട്ടെ. അവിടെ ഉണ്ടെങ്കിലോ? ആ, നീ ചെല്ലേ, ഞാനും പോയി നോക്കാം. ഞാനും കുറെ നേരായി അവള് വിളിക്കുന്നേ. അവളുടെ അടുത്ത് ഒരു റെഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക് ഇല്ലേ, അത് ചോദിക്കാൻ വേണ്ടിട്ട്. ആളെ കാണുന്നില്ലെന്നേ. എന്തായാലും നീ പോയി നോക്ക്, ഞാനും പോയി നോക്കാട്ടോ. ശരിയടി. ദേ കിട്ടിയാ ഇങ്ങോട്ട് തന്നെ വന്നേക്കണേ. അവളെ കൂടെ ചേർന്ന് അങ്ങോട്ടും കൂടെ ചുറ്റി കളിക്കാൻ നിൽക്കില്ലേ? എനിക്കാവൂല രണ്ടുപേരും കൂടെ തപ്പി കണ്ടുപിടിക്കാനേ. ഇല്ലടി, അവളെ കിട്ടിയ പാടെ ഞങ്ങൾ റൂമിലേക്ക് വരും. പോരെ? അല്ല, നിന്റെതൊക്കെ പാക്ക് ചെയ്തില്ലേ? ആടി, എന്നാ നീ പോയി നോക്ക്, ഞാൻ പോയി നോക്കിക്കാട്ടെ. ശരിടി. എങ്ങനെയോ ഇവള് ഹാപ്പി ആയില്ലേ, അത് മതി എനിക്ക്. എന്നാലും ഇവള് മൂഡ് ഓഫ് ആവാൻ എന്തോ കാരണമെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ വിടത്തില്ല. എന്റെ ഉണ്ണിമോള് സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെന്തായാലും പക്കതായിട്ടൊരു കാരണം ഉണ്ടാവും. ഇപ്പൊ നീ ഹാപ്പി ആണെന്ന് പറഞ്ഞാലും ആ കാരണം എന്താന്നും ആരാ നിന്നെ സങ്കടപ്പെടുത്തിയെന്നും ഈ തമ്പുരു കണ്ടുപിടിക്കുന്നേ. എനിക്ക് നീ സങ്കടപ്പെടുന്നത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. എപ്പോഴും നീ പുറമെ ചിരിക്കുവാണെങ്കിലും ഉള്ളിൽ എന്തോ ഒരു വിഷമമുണ്ട്. അതെന്താന്ന് വൈകാതെ തന്നെ ഞാൻ കണ്ടുപിടിക്കും ഉണ്ണിമോളെ. അല്ല, ഇവിടെ നിക്കാന്നല്ലേ പറഞ്ഞേ? ഷോ, ഒന്ന് കോളാക്കാന്ന് വിചാരിച്ച ഫോണാണെങ്കിൽ ഞാൻ റൂമിൽ തന്നെ വെച്ച് വരികയും ചെയ്ത്. ഇനിയിപ്പോ എവിടെ പോയെന്ന് കണ്ടുപിടിക്കാനാ? എന്തായാലും ആരോടെങ്കിലും ചോദിച്ചു നോക്കാം, അറിയാണ്ടിരിക്കത്തില്ലല്ലോ. ഇത് ശരിക്കും വൈക തന്നെ. അല്ല, ഇവളെന്താ ഇവിടെ? ഹേയ് പൈങ്കിളി. ഹായ്. ഹായ് പൈങ്കിളി, എങ്ങനെ ഇരിക്കുന്നു? സുഖം തന്നെയല്ലേ? ആ, അതൊക്കെ സുഖായിട്ടിരിക്കുന്നേ. അല്ല, വൈക എന്താ ഇവിടെ? ഓ, അപ്പൊ ഞാൻ വരുന്ന കാര്യം നിന്റെ ചേട്ടൻ പറഞ്ഞില്ലേ? അല്ല, അപ്പൊ ചേട്ടനും കൂടെ അറിഞ്ഞോണ്ടാണോ? മണിക്കുട്ടനാ കാണണമെന്ന് പറഞ്ഞേ. അതാ ഞാനും എന്റെ പാരന്റ്സ് ആയിട്ട് ഇങ്ങോട്ടേക്കാ വെക്കേഷന് ട്രിപ്പ് വന്നിട്ടുണ്ടായേ. അതാ മണിക്കുട്ടനെ കണ്ടിട്ട് പോവാലോന്ന് വിചാരിച്ച് വന്നതാ. അല്ല, അവൻ എന്തേ? ചേട്ടൻ ചേട്ടൻ വിളിക്കാന് ചാൻസ് ഇല്ലല്ലോ. നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും. അവൻ അങ്ങനൊന്നും വിളിക്കത്തില്ല. കമോൺ പൈങ്കിളി,
എന്തായാലും മണിക്കുട്ടനൊന്ന് പോയി നോക്കാം. അല്ല എന്റെ വൈഗ പോണില്ലേ? ചേട്ടൻ ഇവിടെ ഇല്ലെന്നേ. ചേട്ടൻ തിരക്കിലാ. ചേട്ടൻ എവിടെയോ പുറത്ത് പോയതാ. അതുകൊണ്ട് ഞങ്ങള് ഇന്ന് ഇവിടുന്ന് വെട്ടിട്ടാവും. അപ്പൊ പിന്നെ കാണാനും പറ്റത്തില്ലല്ലോ. സോ സാഡ്. നമുക്ക് നാട്ടിലെത്തിയിട്ട് കാണാം. ഓക്കേ? ആഹാ, നൂറായിസ്. മണിക്കുട്ടൻ തന്നെ വന്നല്ലോ. ഹായ് വൈഗ. ഏട്ടോ, എന്തോന്നത്? ഇതൊക്കെ വീണിട്ട് വന്നേണ്ടല്ലോ. എന്താ വിചാരിക്കാ? ഇതൊന്നും ഒട്ടും ശരിയല്ല ഏട്ടാ. ഏട്ടനൊന്ന് വന്നേ. അതൊന്നും അവളൊന്നും വിചാരിക്കത്തില്ല. അവളും എല്ലാം കണ്ടോണ്ടിരിക്കല്ലേ. എന്താ പൈങ്കിളി? പിന്നെ കാണാണ്ട് പിന്നെ അറിയാണ്ട് അവന്റെ കൂടെ ചെറുപ്പം തൊട്ടേ ഞാനില്ലേ. എനിക്ക് അറിയാണ്ടിരിക്കോ? അവള് അവന്റെ എക്സാം എനിക്ക് അറിയാമേ. അതൊക്കെ നിനക്ക് പതിയെ മനസ്സിലായിക്കോളും. നിന്നെ കൊറേ നേരെ തമ്പുരു തേടിയോണ്ട് നടക്കുന്നേ. ഒന്ന് അവളെ പോയി നോക്ക്. പൈങ്കിളി, നിന്റെ വീണേച്ചല്ലേ പറയുന്നേ. ചെല്ലേ, നീ പോയി തമ്പുരിനെ നോക്ക്. ഞാനിവിടെ ഉണ്ടാവൂലേ. പിന്നെന്താ? ചേച്ചി നോക്കിക്കോളേ. അധികം സംസാരിപ്പിക്കണ്ട. ഒരു 5 മിനിറ്റ് മതി. അതന്നെ കൂടുതലാ. അത് കഴിഞ്ഞ ചേട്ടനെയും കൂട്ടി അങ്ങോട്ട് വാട്ടോ. ആടെ വണ്ടിയൊക്കെ റെഡി ആയിട്ട് നിൽക്കുവാ. നമുക്ക് പോണ്ടേ? ഓക്കെ പൈങ്കിളി, നീ ചെല്ലേ. ഹായ് മണിക്കുട്ടാ. ഹായ് വൈഗ. വീണേ, എന്താ അവിടെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. നിങ്ങൾ സംസാരിക്കേ. ഞാന് ഇവിടെ തന്നെ ഉണ്ടല്ലോ. വീണേച്ചി. പറ വൈഗ. എനിക്ക് ചേച്ചിനോട് കുറച്ച് സംസാരിക്കണം. വൈഗ, വീണനോട് എന്ത് സംസാരിക്കാനാ? ഞാനെല്ലാം പറഞ്ഞായിരുന്നില്ലേ. പിന്നെന്താ? എല്ലാ മണിക്കുട്ട, എനിക്ക് വീണേച്ചിനോട് കുറച്ച് സംസാരിക്കണം. പ്ലീസ്. നോക്ക് വൈഗ, അതൊന്നും വേണ്ട. ഞാനെല്ലാം നിന്നോട് പറഞ്ഞായിരുന്നില്ലേ. കഴിഞ്ഞതായിട്ട് തന്നെ ഇരിക്കട്ടെ. നീ ആവശ്യമില്ലാതെ ഓരോ പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ നോക്കല്ലേ. മിണ്ടാതിരിക്കേ. പ്ലീസ് മണിക്കുട്ട, എനിക്ക് വീണേച്ചിനോട് സംസാരിക്കണം. ചേച്ചി പ്ലീസ്. അയ്യോ, അതിനെന്തിനാ എങ്ങനെയൊക്കെ പറയുന്നേ? വാ സംസാരിക്കാം. താങ്ക് യു വീണേച്ചി. താങ്ക് യു സോ മച്ച്. റിയലി? അതെ എൽസ, അതിന്റെ കളിപ്പും പറഞ്ഞാ ഇപ്പൊ അവിടെ നടക്കുന്നേ. അവർ രണ്ടുപേരും പരസ്പരം മിണ്ടാറില്ലെന്നേ. എന്തായാലും അത് പൊളിച്ചു സാറാ. എന്നാലും നിന്റെ പ്ലാൻ ഇങ്ങനെ ആക്കുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഗുഡ് ജോബ് സാറ. എന്തായാലും ഈ ഒരു കുത്തിത്തിരിപ്പ് മതി അവരെ ഹോൾ ടീമിനെ തന്നെ ഇല്ലാണ്ടാക്കാൻ. പക്ഷേ ഇതൊരു കാര്യം അറിയോ? നമ്മളിവിടെ ജീവൻ പണയം വെച്ച് ഓരോ പ്ലാൻ ഇടുവാ. അവിടെ ജീവനുണ്ടല്ലോ. എന്തിനാണെന്നറിയില്ല. ഈ ഭയങ്കര നോക്കി ഏത് നേരം ഇളിച്ചോണ്ടിരിക്കുന്ന കാണാം. അതൊന്നും എനിക്ക് തീരെ പിടിക്കുന്നില്ല. സംതിങ് റോങ്. അതെന്തായാലും ജിമിനോട് സംസാരിക്കണം. ഇതിങ്ങനെ പോയാലേ ശരിയാവത്തില്ല. നമ്മളെ പ്ലാൻ ഫുള്ളും ജിമിന് ഫ്ലോപ്പ് ആക്കാം. എടി, അതങ്ങനൊന്നും ആയിരിക്കത്തില്ല. ജിമിൻ ബ്രോനെ പറ്റി നിനക്കെന്നെ അറിയാലോ. എല്ലാരോടും കാഷ്വൽ ആയിട്ട് ബിഹേവ് ചെയ്യാ. അതേപോലെ ആയിരിക്കുന്നേ. ബ്രോനെ ആരെ എനിമി ആയിട്ടൊന്നും കാണാൻ അറിയത്തില്ലല്ലോ. അതുകൊണ്ടായിരിക്കും. അതൊന്നും നീ കാര്യാക്കണ്ടെന്നേ. എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല. സംതിങ് റോങ്. ഇന്ന് തന്നെ ജിമിനെ വിളിച്ച് വാൺ ചെയ്തേ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പ്ലാൻ ഒക്കെ അവൻ പൊളിച്ചടക്കി തരും. സാറ, നിന്റെ ഗൗതം വരുന്നേ. വരട്ടെ. ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചതാ. കാരണം ഞാൻ വിരിച്ച വല അങ്ങനത്തെ അല്ലേ. എനിവേ, നിങ്ങൾ സ്വർഗത്തിലെ ഞാനെന്തിനാ കട്ടുമാവുന്നേ? നിങ്ങൾ സംസാരിക്കേ. ഞാൻ അവിടെ എവിടെങ്ങാനും ഉണ്ടാവും. നോ നോ, നീ ഇവിടെ തന്നെ നിൽക്ക്. വേണ്ട സാറ, ഞാനെന്തിനാ ഇവിടെ നിങ്ങൾ സ്വർഗത്തിലെ കട്ടുമായിട്ടേ? ഞാൻ അവിടെ എങ്ങാനും പോയി നിൽക്കാം. നിങ്ങൾ സംസാരിക്കേ. അതിന്റെ ആവശ്യമൊന്നുമില്ല. നീയും ഇവിടെ തന്നെ നിൽക്ക്. ചേടാ, എന്നാലും ഈ പെണ്ണിത് എവിടെ പോയതാ? എവിടെ നോക്കിയിട്ടും കാണില്ല. പഴയ ഗൗതം, എന്തിനാ വന്നേ? ഓ, ഒരു 5 മിനിറ്റ് പോലും എന്നെ കാണാതെ നിൽക്കാൻ പറ്റത്തില്ലല്ലേ? I know. ഛെ, ഞാൻ ഇത്രയൊക്കെ മിണ്ടാതെ നിന്നിട്ടും അവന് എന്റെ ഒരു വാക്കിന് വില കൽപ്പിക്കാതെ വീണ്ടും വീണ്ടും അവൾ അടുത്തോട്ട് എന്നെ സംസാരിക്കാൻ പോവാ. ഇതും തന്നെ മനസ്സിലാക്കിക്കൂടെ? അവൻ എന്നെ എങ്ങനെയാ കാണണേന്ന്? അല്ല, അവന് ഞാൻ പറഞ്ഞ കേൾക്കാൻ അവൻ എന്റെ ആരാ? അല്ലേലും ഇതൊക്കെ
എന്റെ കൈ കൊണ്ട് മേടിക്കുന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞു നിനക്ക് വലിയ ഇഷ്ടമല്ലേ? പിന്നെ ഇപ്പൊ തന്നെ മതിയാക്കുന്നേ, ഒരു 4-5 കൂടെ മേടിച്ചോന്നേ. ഇത്രയും തന്നത് സാമ്പിളാ, ഈ കയ്യും വീശി ശരിക്കൊന്ന് തന്നുണ്ടല്ലോ. എങ്ങനെ ഞാൻ നിനക്ക് ചെയിൻ ഗിഫ്റ്റ് ചെയ്തെന്നല്ലേ? നിന്റെ അവസാനത്തെ വാർണിംഗ്. ഇനി എന്റെയും എന്റെ കാന്താരിന്റെ കാര്യത്തിൽ ഇടപെട്ടുണ്ടല്ലോ, കൊന്നു കളി ഞാന്, കേട്ടല്ലോ? വേറെ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ പൊറുക്കും. പക്ഷേ എന്റെ കാന്താരിന്റെയും എന്റെ ലൈഫ് വെച്ച് കളിക്കാനെന്നാ ആരാ എന്താണെന്ന് നോക്കത്തില്ല. മനസ്സിലായല്ലോ? പക്ഷേ ഈ ഗൗതമൻ അങ്ങനെയല്ല. അവളെ വേറെ എന്ത് തെറ്റ് ചെയ്തിരുന്നാലും ഞാൻ അവളോട് ദേഷ്യപ്പെടാനേ പോകത്തില്ലായിരുന്നു. അതങ്ങ് കണ്ടില്ലാന്ന് വിട്ടേനെ. പക്ഷേ അവള് എന്റെ കാന്താരിന്റെയും എന്റെ ലൈഫ് വെച്ചാ കളിച്ചേക്കുന്നേ. അപ്പൊ പിന്നെ എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? അതെന്താ അങ്ങനെ? അതൊക്കെ അങ്ങനെയാ. ആരെന്നോട് മിണ്ടാതിരുന്നാലും, ആരെന്നോട് മോന്ത കറപ്പിച്ചാലും, ആരെന്നെ തല്ലിയാ തന്നെ എനിക്ക് ഇത്ര വേദന കാണത്തില്ല. പക്ഷേ എന്റെ കാന്താരി എന്നോട് മിണ്ടാതിരുന്നാണ്ടല്ലോ, ഈ പ്രപഞ്ചം തന്നെ എനിക്കങ്ങ് ഒറ്റയടിക്ക് നിന്ന പോലെയാ. അതെന്താ അങ്ങനെ? അതൊക്കെ അങ്ങനെയാ. അല്ല, ഇപ്പൊ നിന്റെ പ്രശ്നം കഴിഞ്ഞല്ലോ. അല്ല, ഐ മീൻ നിന്റെ തെറ്റിദ്ധാരണ. ഇപ്പോഴെങ്കിലും നിന്റെ ഗൗതമിനെ ഒന്ന് വിശ്വസിക്കൂടെ? അത് പിന്നെ അപ്പൊ എന്നെ ബോധിപ്പിക്കാനാണോ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയേ? പിന്നെ ആരെ ബോധിപ്പിക്കാനാ? എനിക്ക് എന്റെ കാന്താരിനെ ബോധിപ്പിക്കണം. കാന്താരിനെ മാത്രം ബോധിപ്പിച്ചാ മതി. അതിനു വേണ്ടിട്ടാ. അല്ല, നീ ഇതിനൊന്ന് പറഞ്ഞേ. എന്റെ കാന്താരി എന്നെ തെറ്റിദ്ധരിച്ച് നിൽക്കുമ്പോ അത് തിരുത്തേണ്ടത് എന്റെ കടമയല്ലേ? അത് പിന്നെ അല്ല, ഞാൻ തെറ്റിയാ ഇയാൾക്ക് എന്താ? ഞാൻ പെണിഞ്ഞാലും മിണ്ടാതിരുന്നാലും ഇയാളെ പ്രപഞ്ചം അങ്ങ് നിന്ന് പോവല്ലോ. പ്രപഞ്ചം മാത്രല്ല, എന്റെ ഹൃദയം പോലും നിലച്ചു പോകുന്നേ. കാരണം എനിക്ക് എപ്പോഴും എന്റെ കാന്താരി എന്റെ കൂടെ ഇങ്ങനെ വേണം. ഇതേപോലെ കൈവിടാതെ മുറുകെ പിടിച്ച് ജീവിതകാലം മുഴുവനും. അയ്യോ, സോറി. ഞാനത് പിന്നെ എന്താണത്? ഓയ്, അത് വേറൊന്നും വിചാരിക്കണ്ട. അത് പിന്നെ സാറിനെ അടിക്കുന്ന കണ്ടപ്പോ പിടിച്ചു വെക്കാൻ വേണ്ടി കൈ പിടിച്ചതാ, വേറൊന്നല്ല. ഓ, ആയിക്കോട്ടെ. അതിനിപ്പോ ഞാന് ക്ലാരിഫൈ ഒന്നും ചോദിച്ചില്ലല്ലോ. അത് പിന്നെ എനിക്ക് എന്റെ ഭാഗം ക്ലിയർ ചെയ്യണ്ടായോ? നീ വേറെന്തെങ്കിലും ആലോചിച്ച് കൂട്ടിയാലോ? അതാ, വേറൊന്നല്ല. എന്നാലും നീ മാത്രം വന്നില്ലെന്ന് വിചാരിച്ചോ? അവക്ക് ഇനി 4 കൂടെ പൊട്ടിച്ചേനെ. നിനക്കപ്പ അറിയാം, ഈ ഗൗതമിനെ സമാധാനപ്പെടുത്തണമെങ്കിൽ അത് കാന്താരിനെ കൊണ്ടേ പറ്റുള്ളൂന്ന്.